Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Okay, good afternoon all. Prayer പറഞ്ഞോട്ടാ. ഞാൻ ചൊല്ലാം മിസ്. കൈവല്യ ദീപത്തെ കാത്തരുളിടുന്ന ദീപത്തെ കാത്തരുളിടുന്ന ഞങ്ങളെ വിജ്ഞാനസാഗര സർവേരാം ഞങ്ങളെ വിജ്ഞാകേണം സർവേശ്വര ഉത്തമ ഭാവനകൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാ മാറ്റി ഭാവന ഞങ്ങൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാ ോഗാദിനാഥാനി മാനസം ഞങ്ങളിൽ പാരം പതിച്ചു കാത്തിടണേ കൈവല്യത്തെ കാത്തരുളിടുന്ന കൈലവമില്ലാത്ത ദൈവമേ കൈലവമില്ലാത്ത ദൈവമേ നീ. ഞാൻ ആൽബർട്ടേടാ മനസ്സിലാ. സൈനിങ് thought of the day പറഞ്ഞോട്ടോ. Thought of the day. The future depend on what you do today. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ഭാവി ആശ്രയിക്കുന്നത്. മഹാത്മാഗാന്ധി. Miss പറയട്ടെ. Good afternoon all. Welcome to today's class. I hope you all are doing well. I am sure today's section will be really wonderful. I wish you all great day. Thank you. Welcome all to our new session. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണോ ഡിസ്കസ് ചെയ്തത്? ആണോ? പേജ് നമ്പർ I think പേജ് നമ്പർ 31 കേട്ടോ. ചൈൽഡ് വെൽഫെയറിന് നമ്മള് ആക്ടിവിറ്റി ഒക്കെ ചെയ്തോ? ചെയ്തായിരുന്നു. ആൽഫബറ്റിന്റെ മിസ് ആൽഫബറ്റ് ലെറ്റേഴ്സ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട്. അത് ചെയ്തോ? ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്തോ അല്ലെ? സ്റ്റാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തോ? മാം, ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും ചെയ്തു. സ്മോൾ ലെറ്റേഴ്സ് ചെയ്യാനുണ്ട്. മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ആ ഓർഡറിൽ വിളിക്കാം. സാൻഡ് പേപ്പർ നിരത്തി വെക്കണം മാം. A to Z. അതാ അതില്ലേ നമ്മള് സാൻഡ് പേപ്പർ കാണിക്കുന്ന സമയത്തെ ഓരോ കാർഡ്സ് ആയിട്ട് എടുത്ത് കാണിക്കുന്നതിലും വളരെ മനോഹരമായിരിക്കും. എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നത്. Okay, ma'am.
ഞാൻ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, കാണിക്കട്ടെ? ആ സിഞ്ചോ. ഓക്കെ, ഒരു മിനിറ്റ്. അതെങ്ങനെയാ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചോ ബാക്കില്? പ്രിയ മിസ്, ഇത് ചാർട്ടാണ്, കട്ടിയുള്ള ചാർട്ടാണ് ഈ ഓറഞ്ച് കളറിലെ. എടാ സെപ്പറേറ്റ് ആയിട്ടല്ലേ വേണ്ടത്? ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാനിട്ട് ഒട്ടിച്ച് വെച്ചേക്കണതിന്റെ മീത് കട്ട് ചെയ്ത് വെച്ചേക്കണ ഈ പീസൊക്കെ. അതങ്ങനെ നമ്മളെ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. ഓക്കെ 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 മനസ്സിലായില്ല. ഓക്കെ ഇടാം. അടുപ്പിച്ച് ഓരോ ഓർഡർ കിട്ടാനായിട്ട്. ഓക്കെ ഇടാം. ഇനി ഓർഡറിൽ ഞാൻ വിളിക്കാം കേട്ടോ, ഓരോരുത്തരായിട്ട് പ്രസന്റ് ചെയ്തോട്ടോ. ചിഞ്ചു. അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കണം, എന്നാലാണ് എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റേക്ക് പോയി കാണും. അടുത്തത് ശിശുറാം. മാം എങ്ങനെയാണോ കാണിക്കേണ്ടത്? ജസ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണിച്ചാൽ മതിയോ? മതി മതി. ഞാൻ നിരത്തിയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ, ശരണ്യ. മാം ഞാനും ഇത് വെക്കുന്നേ ഉള്ളൂ. സഫീന. മാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. മാം വെച്ചുകൊണ്ട് നിൽക്കുന്നു മാം, നിരത്തി വെക്കുന്നു. ഓക്കെ, ശരണ്യ പ്രസന്റ് ചെയ്തോളാം. മാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. മോൻ പ്രസന്റ് ചെയ്തോടാ. പോകുമല്ലോ, കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പേര് വിളിക്കണ്ടല്ലോ, എല്ലാവരും എന്ത് ചെയ്യാം? കഴിഞ്ഞു, വെച്ച് കഴിഞ്ഞു, കാണിക്കട്ടെ? അത് അറേഞ്ച് ചെയ്ത് വെച്ചോരോരുത്തരായിട്ട് ഇമേജ് കാണിക്കാം, അപ്പൊ എനിക്ക് കാണാൻ പറ്റുമല്ലോ. ശരണ്യയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. AUU സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ ചെയ്തിട്ടുണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, സ്മോൾ ലെറ്റർ വെട്ടി വെച്ചിട്ടുണ്ട്, ഓർത്തിട്ടില്ല. ഓക്കെ, ഷഹാനയുടെ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. നെക്സ്റ്റ് ആണ് ചെയ്തതെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഷഫ്നയുടെ കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ഹരിശ്രിയ അല്ലെ? ഹർഷിയ. ഓക്കെ, ഹർഷിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കളർ കൊടുത്തത് നന്നായിരുന്നു കേട്ടോ. ശിവയുടെ പ്രസന്റ് ചെയ്ത് ടീച്ചർ വരുന്നില്ല, നോക്കട്ടെ. അതിൽ സിഞ്ചുന്റെ കാണാനായിട്ട് സിഞ്ചുനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്പർ കൂടെ ഒന്ന് കാണിക്കട്ടെ? കാണിച്ചോ. അലീഷ കാണാട്ടോ. കാണാട്ടോ. സ്മോൾ ലെറ്ററും ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചോ. ശരണ്യയുടെ കാണാം, നമ്പേഴ്സ് കാണാം കേട്ടോ. ഓക്കെ, സിയ മോന്റെ കാണാം കേട്ടോ. ഓക്കെ.
കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ബ്ലൂ. ഓക്കെ, സ്മോൾ ലെറ്ററും ഓക്കെ 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 കണ്ടോട്ടാ. ഓക്കെ, സെറ്റാണ്, നന്നായിട്ടുണ്ട്. അഖിലയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ മിസ്? കാണാൻ അഖില, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ലെറ്റർ മാത്രം ശരിക്കാൻ. ക്യാപിറ്റല് സ്മോളും ചെയ്തിട്ടുണ്ട് മിസ്. ഞാൻ ക്യാപിറ്റൽ മാത്രമാണ് ഇപ്പൊ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഓക്കെ, വീണ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. കാണാടാ. നിത്യാമോനെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മതി മതി മതി. ലിയ, അത് കഴിഞ്ഞിട്ട് പ്രശ്നം ചെയ്താൽ സിന്ധുവിന്റെ സിന്ധു നേരത്തെ കണ്ടാണല്ലോ. ഞാൻ ഷെഫീനെ കണ്ടു. ആണോ? ഷെഫീന, നന്നായിട്ടുണ്ട് കേട്ടോ, യെല്ലോ കളർ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. റിൻസിയുടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്ത വർക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട് കേട്ടോ വാട്സപ്പില്. ഓക്കേടാ. ഞാൻ കാണിക്കട്ടെ. പ്രസന്റ് ചെയ്തോടാ. പിന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മഹിത അല്ലെ? കാണുന്നുണ്ടോ? ഓക്കെ, കാണാടാ, നന്നായിട്ടുണ്ട് കേട്ടോ. അഞ്ചരയുടെ നമ്പേഴ്സും കണ്ടോ? സ്മോൾ ലെറ്റർ ചെയ്തിട്ട്. സ്മോൾ ലെറ്റർ കംപ്ലീറ്റ് ആയി, പക്ഷെ വെച്ചില്ല. ഓക്കെ, നിങ്ങൾ ഓക്കെ ബാക്ക് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് അത് ക്യാമറ ഓൺ ചെയ്യാം. അപ്പൊ നമ്മളുടെ ആ ഒരു ഇമേജ് വരുമല്ലോ, നിങ്ങളുടെ സ്ക്രീനിലെ ഒരു ഇമേജ് വരുന്ന അവിടെ തന്നെ ബാക്ക് ക്യാമറയുടെ ഒരു ഇതുണ്ട്, ബാക്കോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അഞ്ജന? ക്യാമറ ഓൺ ചെയ്യുമ്പോ നിങ്ങളുടെ ആ ഒരു സ്ക്രീനിൽ തന്നെ ബാക്ക് ക്യാമറയുടെ വരുന്നുണ്ട്. അഞ്ജനയുടെ കാണാൻ പറ്റുന്നുണ്ട്. അഞ്ജനയുടെ കണ്ടോട്ടോ കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ കാണിക്കുന്നത് പറയണ? മ്യൂട്ട് ഓൺ ആക്കിയാൽ മതിയോ മിസ്? പറഞ്ഞോടാ. കാണാൻ പറ്റണ്ട? ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ദർശനയുടെ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ട്. അശ്വതി മോനെ ക്യാമറ ഓൺ ചെയ്തില്ല, അപ്പൊ മോന്റെ ഇമേജ് വന്നിട്ടില്ലേ അവിടെ? മോന്റെ അവിടെ തന്നെ 2 ആരോ മാർക്ക് കാണാൻ പറ്റും. ആരോ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേഷൻ പോലെ ഇങ്ങനെ 2 ആരോ മാർക്ക്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ടീച്ചർ എന്റെ കാണാൻ പറ്റുന്നില്ല. ഇത് ക്യാപിറ്റൽ ലെറ്റർ. ടീച്ചർ ഇതാ സ്മോൾ ലെറ്റർ. ടീച്ചർ ഇതാ നമ്പേഴ്സ്. ക്യാമറ എന്താണെന്ന് പറയാമോ? ക്യാമറ ഇല്ലേ? ഞാൻ കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ 2 ആരോ മാർക്ക് ഉണ്ട്. ഇങ്ങനെ ബാക്ക് ക്യാമറ കൊടുക്കാം. ക്യാമറ ഓൺ ആവുന്നില്ല മിസ്. ഇവിടെ കണ്ടോ? ബാക്ക് ക്യാമറ വന്നിരിക്കണേ അല്ലേ? നോക്കി പിന്നെ ഇവിടെ 2 ആരോ മാർക്ക്.
ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ആണോ? മേ ബി അത് ഫോണിന്റെ ഇഷ്യൂ ആയിരിക്കുമല്ലോ. മാം എനിക്കും പറ്റുന്നില്ല, ഞാൻ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. ബാക്ക് ക്യാമറ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ കാണിച്ചാൽ ഓൺ ആക്കിയിട്ടില്ലേ? ലോങ് പ്രസ് ചെയ്യുമ്പോ ഫ്ലിപ്പ് ക്യാമറ എന്ന് കാണുള്ളൂ നമുക്ക്. ത്രീ ഡോട്ട് ഇല്ല. ഓക്കേടാ, മേ ബി. മിസ് എന്റെ കാണാമോ? സുമയ്യ. സുമയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. രഞ്ജിതയുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണാം മാം. ആ സ്മോൾ ലെറ്ററും കംപ്ലീറ്റ് ആക്കി. അമലയുടെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ ഫ്രണ്ട് ക്യാമറ ബാക്കി ചെയ്തിട്ടുണ്ട്. സ്മോൾ മിസ് കാണാമോ? ഫ്രണ്ട് ക്യാമറ അപർണയുടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നന്നായിട്ടുണ്ട്, അപർണയുടെ നന്നായിട്ടുണ്ട്. നമ്പേഴ്സ് കണ്ടോ? അപർണയുടെ നമ്പർ കാർഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. രഞ്ജിതരെ കണ്ടു കേട്ടോ. രഞ്ജിത അല്ലെ കണ്ടു കേട്ടോ. രസമുണ്ട് കേട്ടോ. കാണാം കേട്ടോ. മിസ് എന്റെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മിസ്. ഒരു മിനിറ്റ്. ബാക്കി എല്ലാവരും ഇതാണ് ശിവതയല്ലേ നമ്മുടെ പേര്. ക്യാമറ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞത് ജസ്റ്റ് ക്യാമറ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാൻ. ലോങ് പ്രസ് ചെയ്താൽ മതി, കുറച്ച് ലോങ് പ്രസ് ചെയ്തുമ്പോഴത്തേക്ക് വരും അത്. ക്യാമറയ്ക്ക് അതിനകത്ത് ലോങ് പ്രസ് ചെയ്താൽ മതി. ശ്രീജ്യോതിരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല വലിപ്പത്തിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ കണ്ടു കേട്ടോ. ശ്രീജ്യോതി തിരിഞ്ഞിട്ടാണോ ഉള്ളത്? മാം സിഞ്ചു. സിഞ്ചു സ്മോൾ ലെറ്റർ ചെയ്തില്ല മാം, ക്യാപിറ്റൽ ലെറ്റർ നമ്പേഴ്സ് ചെയ്തോളൂ. കണ്ടോടാ. ശ്രീജ്യോതിരെ കണ്ടു കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മായ മാം എനിക്ക് കാണിക്കാനിപ്പോ പറ്റില്ല, കാരണം ഞാനെല്ലാം നിരത്തി വെച്ച് ചെറുത് ഭയങ്കര വളർത്താകുട്ടി. മാം ഫെബീന കാണുന്നുണ്ടോ? ഫെബീന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫെബീന പിങ്കും ബ്ലൂ. ജസ്റ്റ് ക്യാമറ തന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും മതി, ഇങ്ങനെ ചേഞ്ച് ചെയ്താലും മതി. മായ ഫോൺ തന്നെ ഒന്ന് ചിരിച്ചു പിടിച്ചാലും കാണാൻ പറ്റും. നിർമ്മൽ ഞാൻ ഫോൺ തിരിച്ചു പിടിച്ചാണ് കാണിച്ചു തന്നത്. അതേപോലെ ഫോൺ തിരിച്ചു പിടിച്ച് കാണിക്കാൻ പറ്റുമോടാ? നിർമ്മൽ എന്നൊരു പേര് മറന്നു ഞാൻ എപ്പോഴും. എന്തായിരുന്നു? ശിശിരിയാണ്. ഓക്കെ, കാണാൻ പറ്റും. ഒന്ന് ഞാൻ എങ്ങനെയാ പ്രസന്റ് ചെയ്യാ? ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കി ശ്രമിക്കാമോ? ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. നമ്പേഴ്സ് ഓക്കെ. അതുപോലെ തന്നെ ആൽഫബറ്റ്സ് ചെയ്തോ. ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ? ദീപയുടെ കാണാൻ പറ്റുന്നത്, ദീപയുടെ പ്രസന്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ മാം? കണ്ടോ? കണ്ടു. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഏകദേശം ധാരണ കിട്ടിയാൽ എങ്ങനെയാണ് സൈൻ പേപ്പർ ലെറ്റേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ദീപയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ കണ്ടു, സൈഡില് സ്മോൾ ലെറ്റർ കാണുന്നുണ്ട്. അശ്വതി ആനന്ദിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് കണ്ടു, സ്മോൾ ലെറ്റർ കണ്ടു. നമ്പർ ചെയ്തിട്ടില്ല മിസ്സേ. ഓക്കെ, ദീപയുടെ നമ്പേഴ്സ് കണ്ടു കേട്ടോ. നന്നായിട്ടുണ്ട്. മിസ്സേ വിനീത. രാധാകൃഷ്ണൻ എന്നാണല്ലോ അതിൽ വന്നിരിക്കുന്നത്. പേരെന്താണ്? വിനീത. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അശ്വതിനെ കണ്ടു കേട്ടോ. സവിത അല്ലെ? സവിത എടാ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണിച്ചു തന്നെ. ഫോൺ തിരിച്ചേ. അങ്ങനെ തന്നെ തിരിച്ചേ.
ക്യാമറ ഓഫ് ആയി പോയി. അതില്ലേ നമ്മുടെ പേര് എഴുതിയിട്ടില്ലേ, അതിൽ പിടിച്ച് അമർത്തുമ്പോഴാണ് ഫ്ലിപ്പ്. നമ്മളുടെ അവിടെ തന്നെ 2 ആരോ മാർക്ക് പോലെ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബാക്ക് ക്യാമറ ആവും. അതപ്പോ ഓഫ് ആയി പോയി. അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മളുടെ ഇമേജ് വരില്ലേ, ആ ഇമേജിന്റെ അവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? പ്രിയയുടെ കാണാൻ പറ്റുന്നില്ലേ? ഇതിലെടുക്കാൻ പറ്റും. നമ്മുടെ പേര് എഴുതി എവിടെ പിടിച്ച് അമർത്തുമ്പോ ഫ്ലിപ്പ് ക്യാമറ വരുന്നത്? അഖിലയുടെ കാണാൻ പറ്റുന്നുണ്ട്. അഖില ഓക്കെ മാം, നേരത്തെ ക്യാപിറ്റൽ കാണിച്ചായിരുന്നു, ഇപ്പൊ സ്മാളിനെ അറേഞ്ച് ചെയ്തു. കറക്റ്റ് സെറ്റ്. ഓക്കെ, നന്നായിട്ട് കിട്ടാടാ. പ്രിയയുടെയും കാണാൻ പറ്റുന്നുണ്ട് അഖില. ഓക്കേടാ, എല്ലാവരും ഞാനും ചെയ്തിട്ടുണ്ട് സവിത. എന്താണ് സംഗീതര കാണാൻ പറ്റുന്നുണ്ട് ആണല്ലേ? താങ്ക് യു. സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാട്ടോ. ശരി. ഓണം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതെല്ലാവരും ചെയ്തു. ഒരുപാട് റീസൺസ് വരുന്നുണ്ട്. ഞാൻ മെസ്സേജ് ഒന്നും കണ്ടില്ല കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് അതൊന്നും മതി. നമുക്ക് ക്ലാസ് എന്നാവുമ്പോ വൈകിട്ട് ആവുമ്പോഴേക്കും കാണിച്ചാലും മതി. ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണുന്നുണ്ടോ? അഭിതയാണോ? അതെ അതെ. മിസ് കാണണ്ടോ? കാണുന്നുണ്ട്. അഭിതര കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട്. സ്മോൾ ലെറ്റർ കാണാൻ പറ്റുന്നുണ്ട്. മിസ് കാണണ്ടോ? കാണുന്നുണ്ടോ? നേരത്തെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഫ്രണ്ട് ക്യാമറ. ഓക്കെ, കാണുന്നുണ്ടോ മിസ്? കാണില്ലേ? ഓക്കെ അല്ലേ മാം? ഓക്കെയാണ്. സവിത ഓക്കെയാണ്. അഭിതയുടെയും ഓക്കെയാണ്. ഓക്കെ. സവിതേ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇപ്പൊ കാണിക്കണ്ട. ഓക്കെ, സവിത ക്യാമറ ബാക്ക് ക്യാമറ അല്ല ക്യാമറ ഓഫ് ചെയ്തോ കേട്ടോ, കുഴപ്പമില്ല. ഇതെല്ലാവർക്കും മനസ്സിലായാലും എങ്ങനെയാണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതില് ഇനി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വരച്ച് കറക്റ്റ് ആയിട്ട് അക്ഷരങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഓക്കെയാണ്. എന്നാലും കുറച്ചുകൂടി പെർഫെക്ഷൻ വരുമ്പോ അതിന്റെ കുറച്ചും കൂടി ഭംഗി കൂടുതലാണ്. ഇത് നമ്മൾ കണ്ടതിൽ ചിലവരുടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ലേ? ഓക്കെ, ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞോ? പ്രസന്റ് ചെയ്തോട്ടാ. കാണിക്കാം. ഓക്കെ, പ്രസന്റ് ചെയ്താൽ മതി. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? നമ്മൾ ചൈൽഡ് വെൽഫെയറില് ഇവിടെ വരെ പറഞ്ഞു നിർത്തി. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് പറഞ്ഞോ? കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് എടുത്തോ? വിഷ്വൽ ഇംപയർമെന്റ് ഇല്ലല്ലോ. ഓക്കെ, കാഴ്ച പരിമിതിയുള്ള കുട്ടികള് വെച്ചാല് കാഴ്ചക്ക് എന്താ പറയാ, സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മേ ബി കുട്ടികളിൽ ചിലപ്പോ ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഉണ്ടാവും. എന്ന് വെച്ചാല്
ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ണിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ജന്മനാല് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റില് നമ്മൾ ഒട്ടും കാഴ്ചയില്ലാത്തവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ലിപി ഏതാണെന്ന് അറിയാമോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് ലിപി ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഞാൻ പറയാം, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണ ഞാൻ. മാം ഞാൻ ടെക്സ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? നമ്മളിങ്ങനെ അവരുടെ ഒരു എന്താ പറയാ ഇതൊരു പിന്നെ ഒരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ടാണ് അവരിങ്ങനെ ഡോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല പരപരാന്നുണ്ട്. അവർക്ക് തൊട്ടിട്ടാണ് അവരത് ഓരോ ലെറ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. അതാ മാം ഞാൻ ചോദിച്ചത്, ടെക്സ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണോ? അതെടാ. ഓക്കെ, അപ്പോ ബ്രെയിൻ ലിപിയാണ് കുട്ടി പൂർണ്ണമായിട്ടും കാഴ്ച ഇല്ലാത്തവര് യൂസ് ചെയ്യുന്ന ഒരു ലിപി എന്ന് പറയുന്നത്. അവരുടെ ബുക്സ് ഒക്കെ ആ ഒരു ലിപിയിലായിരിക്കും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മള് സോ സാധാരണ ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ കുട്ടികളിൽ ചിലപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പോൾ റീഡിങ്ങിന് ചിലപ്പോൾ അവർക്ക് റീഡിങ് പ്രോബ്ലം ഒന്നും നമ്മൾ വിചാരിക്കും പഠന മേഖലയുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ മേബി എന്താണ് ആ കുട്ടികൾക്ക് അവർക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റാത്തത് കാഴ്ചയുടെ പ്രോബ്ലംസും ആവും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ ബുക്ക് വായിക്കുന്ന സമയത്തില്ലേ, ഞാൻ PDF ഇങ്ങനെ വായിക്കുകയാണെന്ന് വിചാരിക്കും, ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ കൊണ്ടുവന്ന സ്ഥലം വായിക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, കാഴ്ചയ്ക്കുള്ള പ്രശ്നം കൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്, അവർക്ക് വായിക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കണം. എന്റെ അറിവിലെ ഒരു കുട്ടിയുണ്ട്, അവന് എത്രയാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അവന് ഈ ഒരു പ്രശ്നം വെച്ചാല് അവന് ബാക്കിയുള്ള ടീച്ചർമാര് പറയണത് അവൻ പഠിക്കില്ല, അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, കാരണം മാത്സ് ആണ്. നമ്മൾ മാത്സ് കുറച്ച് അത്യാവശ്യം വലുതാക്കി തന്നെ ബോർഡിലൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നോക്കി അവന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഞാൻ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ അവന് കാഴ്ചയുടെ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോ അവരുടെ പാരന്റ്സിനോട് പറഞ്ഞു കൂട്ടാ കാഴ്ചയുടെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അവര് അധികം സീരിയസ് ആക്കി എടുത്തില്ലാട്ടോ ഈ കുട്ടിയുടെ. ആദ്യം ഇൻഫോം ചെയ്ത സമയത്ത് കാഴ്ചയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പറഞ്ഞപ്പോ അവര് വലിയ സീരിയസ് ആക്കി എടുത്തില്ല. ആ സമയത്താണ് അവരുടെ സ്കൂളില് ക്യാമ്പ് നടക്കുന്നത്. നമ്മള് സ്കൂളില് നമ്മുടെ എന്താ പറയാ ഇതിന്റെ ക്യാമ്പ് വരും, സ്കൂള് കണ്ണു പരിശോധനയുടെ ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് എന്താ പറയാ അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അകലെയുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇവർ TV കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ടിവിയുടെ തൊട്ടടുത്ത് വന്നിരുന്ന TV കാണുള്ളൂ. ഫോണൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് കുട്ടികൾക്ക് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾ TV കണ്ടിട്ടുള്ള പ്രശ്നമായിരിക്കില്ല കേട്ടോ, ഫോണായിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം. ഈ കാഴ്ചക്ക് മങ്ങൽ വരാനും കാഴ്ചയില് കുറവ് വരാനൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? മൊബൈൽ ഫോണാണ് അല്ലേ? എന്തോരം കേസുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തില്. കുഞ്ഞു കുട്ടികള് ഒരു എന്താ പറയാ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസ് വെച്ചിട്ട് പോകണം. എന്റെ ചെറിയ കുട്ടിയാ, പക്ഷെ അവൻ നമ്മള് പഴയ സോഡാ കുപ്പി വലിയ ഗ്ലാസ് പണ്ട് കളിയാക്കി വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഒരു കുഞ്ഞു കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ ഗ്ലാസ് വെക്കുന്ന അവസ്ഥയാണ്. കാരണം എന്താണ്? അവൻ ഈ ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് ഓരോന്നും എക്സ്പീരിയൻസ് വരുന്നത്. അപ്പൊ വിഷ്വൽ ഇംപയർമെന്റ് പല ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതനുസരിച്ച് വേണം കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ പാരന്റ്സും അതേപോലെ തന്നെ നമ്മള് പാരന്റ്സിനും
കുട്ടികൾക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം. നമ്മുടെ കുട്ടിയുടെ ഐസിന്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് എങ്ങനെയാണ് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ അവരുടെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കണം, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ പീരിയോഡിക് ഒഫ്താൽമാറ്റിക് എക്സാമിനേഷനും സ്പെഷ്യൽ ഒഫ്താൽമാറ്റിക് എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളിൽ നേരത്തെയുള്ള എന്താ പറയാ ഈ വിഷ്വൽ ഇംപയർമെന്റ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കും. ഇനി എന്റെ പരിചയത്തില് എന്റെ ഒരു ഫ്രണ്ട് ആൾക്ക് ഇതേപോലെ ഒരു ഞാൻ ഒത്തിരി പഴയ ഒരു കാര്യമൊക്കെ പറയുന്നത്, ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് അവർക്ക് ആദ്യമായിട്ട് കാഴ്ച മങ്ങുന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു പ്രശ്നമായത്. അപ്പൊ വീട്ടില് ക്ലാസ്സിൽ നമ്മൾ വീട്ടിൽ അവൾ പറഞ്ഞു, പാരന്റ്സിനോട് പറഞ്ഞു കണ്ണ് കാണാൻ പറ്റുന്നില്ല, കണ്ണിലിരുത്ത് കയറും എന്നൊക്കെ പറഞ്ഞപ്പോ വീട്ടുകാർ വിചാരിച്ചു തമാശയായിട്ട് കുട്ടി പറയുന്നതാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇരുത്തൊക്കെ കയറോ, ഇത്രയും വർഷം ബാക്കാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചു, ഒരു തമാശയെന്ന് വിചാരിച്ചു, അധികം സീരിയസ് ആക്കി എടുത്തില്ല. പക്ഷേ കുറച്ചു നാൾക്ക് ശേഷം ഇതേപോലെ പണ്ട് അവളുടെ വീട്ടിൽ വെച്ചാൽ കുറച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോ ഇതേപോലെ എന്താണ് ഒരു ദിവസം വീട്ടില് രാത്രി വീട്ടില് പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തോ അവൾ അറിഞ്ഞില്ല, അവള് എഴുന്നേറ്റ് നടന്നു പോയപ്പോ അന്ന് മണ്ണെണ്ണ വിളക്ക, ആ മണ്ണെണ്ണ വിളക്ക് മറക്കി അവളുടെ ദേഹത്ത് പൊള്ളലേറ്റു. അപ്പൊ പൊള്ളലേറ്റപ്പോഴാണ് പാരന്റ്സിനോട് അവൾ പറഞ്ഞത് എന്താണ്, എനിക്ക് അവിടെ അങ്ങനെ വിളക്കിരിക്കുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടർ പരിശോധിച്ചിരുന്നപ്പോ ആളുടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റേ കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട്. അതാണ് അവർക്ക് പകൽ സമയങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാഴ്ച കാണാൻ പറ്റുന്നത്. അത് പക്ഷെ എന്താ പറയാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു പോയി, ഇല്ലാതെ പോയി. കാരണം ഈ കണ്ണിന്റെ ഈ ഒരു ഭാഗത്തേക്കുള്ള എന്താ പറയാ ഈ ഞരമ്പുകളിലാണ് അതിന്റെ ഒരു പ്രോബ്ലമാണ് അവർക്ക് അത് ഫേസ് ചെയ്തത്. ഈ ഇവിടെയുള്ള കാഴ്ച പ്രോബ്ലം ആയിരുന്നു. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അവർക്ക് കാഴ്ചക്കുറവുള്ള ഒരു കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും നാൾ അവൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എനിക്കാണെങ്കിൽ ഒട്ടും എന്താ പറയാ നമ്മള് എന്താ പറയാ പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്ത വ്യക്തികളെ കാണുന്നതും അവളെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവള് കണ്ണുകൾ നമ്മളുടെ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് അവൾക്ക് എന്താണ് പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പാരന്റ്സ് കുട്ടീനെ എന്ത് ചെയ്തില്ല, പഠിക്കാനൊന്നും വിട്ടില്ല, വീട്ടിൽ തന്നെ നിർത്താൻ ചെയ്തത്. ഞാൻ 4th ആയപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് കുറച്ച് എന്താ പറയാ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന കുറച്ച് സഹോദരന്മാരുണ്ട്, അവരെല്ലാവരും കൂടി വന്ന് അവളെ വിളിച്ചെന്ന് സംസാരിച്ച് അവളെ അവർക്ക് ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് വിടുന്നത്. പിന്നെ അവളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു അസോസിയേഷനാണ് എന്ത് ചെയ്തത്, സ്പോൺസർ ചെയ്തേക്കാം. അപ്പോ അവരാണ് കൂടുതൽ പഠിക്കുന്ന കാര്യത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാനും അവളൊരു സെയിം ഏജ് ആണ്, പക്ഷെ ഞാൻ എന്താ പറയാ 2 ക്ലാസ്സിന് ഹയർ ആയിപ്പോയി. കാരണം അവള് 2 വർഷം വൈകിയാണ് പിന്നെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവള് 10ാം ക്ലാസ് പാസ്സാവുമ്പോ ഞാൻ +2 ക്ലാസ്സാണ്. അപ്പൊ 10ാം ക്ലാസ്സില് അവൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയാ മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ ഒക്കെ വരുമ്പോ നമ്മളുടെ വീട്ടിലേക്ക് വരും. പിന്നെ ഞാൻ ചെന്ന് എന്റെ കൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ടച്ച് ചെയ്ത് നോക്കിയിട്ട് പറയും അമ്മല്ലേ എന്ന്. കൈ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഒക്കെ മനസ്സിലാവും. നമ്മൾ സംസാരിച്ചു നമ്മുടെ സൗണ്ട് വെച്ചിട്ട് ആരാണ് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ നന്നായിട്ട് പാട്ടൊക്കെ പാടും, നല്ല രസമാണ് കേൾക്കാനായിട്ട്, പാട്ടൊക്കെ പാടും. ഒരിക്കലും കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് അങ്ങോട്ട് പറയണം. ആൾക്ക് കാഴ്ചയില്ല എന്നൊരാളോട് പറഞ്ഞാൽ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് +2 അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഡിഗ്രി BA മലയാളം എടുത്തത്. അത് സാധാരണ നോർമൽ കോളേജിലാണ് എടുത്തത്. സെന്റ് സേവിയേഴ്സ് കോളേജ് എന്ന് പറയും, ആലുവയിലുള്ള ഒരു കോളേജാണ്. അവിടെയാണ് BA മലയാളം എടുത്തത്. അതിനുശേഷം അവള് എന്താ പറയാ അവള് B.Ed ആണ് എടുത്തത്. ഇപ്പൊ കറന്റ് അവള് പഠിച്ച അതേ സ്കൂളില് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവളെ പോലെയുള്ള
കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് ആ പാരന്റ്സ് ശരിക്കും പറഞ്ഞ പെൺകുട്ടിയാണ്, കാഴ്ചയില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ബാധ്യതയായിരിക്കും, അതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് എന്താ പറയാ, ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാം അവരുടെ ഫാമിലി നോക്കുന്നത് ആ കുട്ടിയാണ്. കാരണം അവൾക്ക് കിട്ടുന്ന ജോലിയുടെ സാലറി ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിക്ക് കൊടുക്കുന്നത്, ബാക്കി അവളെ പഠിപ്പിച്ച ആ ഒരു അസോസിയേഷൻ കാര്യങ്ങൾക്കാണ് അവര് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് അവരുടെ കുറവുകളല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അവരുടെ ഉള്ളില് എപ്പോഴും എന്തുണ്ട്, നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോ നമ്മുടെ കുട്ടികളുടെ കുറവുകൾ മാത്രം കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അവരുടെ എന്താണോ സ്ട്രെങ്ത് അത് കണ്ടെത്തി അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പറയുന്നത് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് അവര് പഠിക്കുന്നത് ഈ ബ്രെയിൽ അല്ലേ, ഇത് വെച്ചിട്ട്. അപ്പൊ ഈ കൊച്ചി ഇവര് ബ്രെയിലാണോ പഠിച്ചത്, ഇല്ല നമ്മളെ പോലെ നോർമൽ ഇതാണോ? പഠിച്ചത് ആളാണ്. എനിക്ക് ബ്രെയിലിയുടെ ബുക്കൊക്കെ എടുത്ത് കാണിച്ചൊക്കെ തന്നിട്ടുണ്ട്. അവളെ കൊണ്ടുവരും, വലിയ ബുക്ക്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര കനമാണ്. ആ പേജിനൊക്കെ അത്യാവശ്യം നല്ല കനമാണ്. അപ്പൊ വലിയ ബുക്കൊക്കെയാണ്. നമ്മൾ ചെറിയൊരു ടെസ്റ്റ് വിചാരിക്കും, പക്ഷെ വളരെ വലിയ ബുക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെയാണ്. അവൾ ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യും, നമ്മളെക്കാൾ നല്ല സ്മാർട്ട് ആയിട്ട് ഫോൺ യൂസ് ചെയ്യും. അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ അവർക്ക് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ട്. കാരണം വെച്ചാല് അവർക്ക് വെതർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിങ്ങനെ നമ്മള് ഫോണായാലും പിന്നെ നമ്മൾക്ക് ഇമേജ് കാണൂലേ, ഫോണിൽ പേര് വരില്ലേ, അതേപോലെ തന്നെ ആളുടെ പേര് വായിച്ചിട്ട് ഇങ്ങനെ പറയും ഇന്ന ആള് കോളിങ്, ആ ഒരു സൗണ്ടിൽ റെസ്പോണ്ട് ചെയ്യും. അതാരായിരുന്നു സ്പോൺസർ ചെയ്തത്? അത് യൂസഫ് അലി സാർ ഉണ്ടല്ലോ, അദ്ദേഹമാണ് അവർക്ക് അവരുടെ ആ ഒരു സ്കൂളിൽ ആ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, സ്മാർട്ട് ഫോണും അതേപോലെ തന്നെ സ്മാർട്ട് വാച്ച് സ്പോൺസർ ചെയ്തു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് നമ്മളെ എന്നെ പോലെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി ടെക്നോളജി ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് അവരെല്ലാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ ഇപ്പൊ തോന്നിയിരിക്കും. നമ്മളെ പോലെ തന്നെ നോർമലി ഇപ്പൊ ഫേസ്ബുക്ക് ആയാലും എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്ത് പോകും. അവർക്ക് എല്ലാം ഇതൊക്കെ സ്മാർട്ട് വാച്ചും ഇതൊക്കെ യൂസ് ചെയ്യാനൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ അവർക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാം അവർക്ക് എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടാവും, നമ്മളെ പോലെയല്ല. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അടക്കം അവർക്ക് നല്ല അറിവായിരിക്കും, ഫുൾ അപ്ഡേറ്റ് ആയിരിക്കും. ഭയങ്കര പെട്ടെന്ന് അവര് എല്ലാം ക്യാച്ച് ചെയ്യും. അവര് ചില ഏരിയയിൽ മാത്രമാണ് അവർക്കൊരു ചെറിയൊരു പ്രശ്നമുള്ളൂ, ബാക്കി ദേ ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഏത് കണ്ടീഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായ കഴിവുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ നല്ല സൊസൈറ്റിയിൽ മുന്നിൽ കൊണ്ടുവരാനാണ് നമ്മൾ ആസ് എ പാരന്റ്സ് ഓർ ആസ് എ ടീച്ചേഴ്സ് എല്ലാവരും നമ്മൾ തീരുമാനിച്ച് എടുക്കണം. കാരണം ഞാൻ സ്പെഷ്യൽ കിഡ്സിന്റെ അമ്മയാണ്. സോ ഐ നോ ദ ലിമിറ്റേഷൻസ് ആൻഡ് എവറിത്തിങ്. ദെൻ I should bring them in a good manner. We should give some opportunities and support to live like a normal life. That is the main priority we should give. അപ്പോ നമ്മള് അവര് നോർമൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണ്ട, നമ്മളെ പോലെ തന്നെ നോർമൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അവരെ എന്താണ് കഴിവുകൾ നമ്മള് സപ്പോർട്ട് ചെയ്യാം. വീക്ക്നെസ്സിനെല്ലാം നമ്മള് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് നിർത്തേണ്ടത്. അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത്തുകൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അല്ലെ, ഈ ഇടയ്ക്ക് നമ്മൾക്ക് അറിയാം നാഷണൽ അവാർഡ് കിട്ടിയ ശ്രീനാഥിനെ കുറിച്ചിട്ട് അല്ലെ. അത് ആ വീക്ക്നെസ്, എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു പോരായ്മയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നാഷണൽ അവാർഡിലേക്ക് എത്തുമായിരുന്നു ഇല്ല. അപ്പൊ നമ്മളെ കഴിവുകള്, അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വേണ്ട ഒരു സെക്ഷനാണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. കേൾവി കുറവുള്ള കുട്ടികൾ, ചിലപ്പോൾ എന്താണ് കേൾവിയുടെ പ്രശ്നം വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ പാരന്റ്സ്, ടഫ് ആയിട്ടുള്ള
പാരന്റ്സിന് ജനിക്കുന്ന കുട്ടികൾക്ക് ഈ കേൾവിയുടെ പ്രശ്നം വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും കുട്ടീനെ എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ പ്രോബ്ലംസ് വന്നതായിട്ട് പറയുന്നുണ്ട്. ദെൻ ക്ലോസ് റിലേഷൻ മാരേജസ് അറിയാമോ? ക്ലോസ് റിലേഷൻ മാരേജസ് നമ്മള് കേരളത്തിലധികം ഇല്ല, എന്നാലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഈ മൊറയും മാമ മൊറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ക്ലോസ് റിലേഷൻ മാരേജിലൂടെ കല്യാണം കഴിക്കുന്നവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞാന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഞാന് ക്ലോസില് മാരേജ് ചെയ്ത ആളാണ്. എന്റെ മക്കളും രണ്ടുപേരും ഡിസബിൾ ആയ കുട്ടികളാന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ആദ്യത്തെ ഒരു പ്രഗ്നൻസി ആയപ്പോ 6 മാസമായപ്പോ ഇങ്ങനെ അനോമലി സ്കാനിങ്ങിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കുട്ടിക്ക് ഒന്നിനും കഴിയില്ല, ജനിച്ചാലും അമ്മയോ കുട്ടിയോ എന്നുള്ള ലെവലിലാണ്. അതുകൊണ്ട് അത് 6 മാസമായപ്പോ പ്രസവിച്ചിട്ട് അങ്ങനെ പോയി. അന്ന് തന്നെ ഒരുപാട് ടെസ്റ്റ്, ഡൽഹി വരെ ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ റിലേഷൻ ആണോന്ന് അറിയാൻ. പക്ഷെ അതൊക്കെ നെഗറ്റീവാ വന്നത്. റിലേഷൻ കൊണ്ടല്ല അങ്ങനെ ഒരു കാരണം വന്നത് എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോയിക്കോളൂ പറഞ്ഞു. പക്ഷെ പിന്നെ ഉണ്ടായതും എന്റെ വിധിയാവോ, എന്റെ 2 മക്കളും പിന്നെ അങ്ങനെ ആയി. പക്ഷെ റിലേഷൻ കൊണ്ട് ആവാതെ ഇരിക്കാം. എന്റെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾക്കല്ല. മാം ഞാൻ പറഞ്ഞോട്ടെ, ജനറ്റിക് സംബന്ധമായിട്ട് ജീനായിട്ടുള്ള നമ്മളുടെ ക്രോമസോംസിന്റെ വല്ല പ്രശ്നങ്ങളോ ജനറ്റിക് ആയിട്ട് വല്ല പ്രശ്നം കൂടുതലോ കുറവലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ജനറ്റിക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ആരുടെ ഭാഗത്താ പ്രശ്നം എന്ന് അറിയില്ലല്ലോ, അച്ഛന്റെ ഭാഗത്താണോ അമ്മയുടെ ഭാഗത്താണോ എന്നുള്ള നമുക്കറിയില്ല. സോ ജനറ്റിക് ടെസ്റ്റ് നടത്തിയാലേ നമുക്കറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത്. റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോർമൽ കുട്ടികളായി ജനിക്കാനുള്ള സാധ്യത. ഇപ്പൊ നോർമലി എല്ലാവിടെയും ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികൾ ഇപ്പൊ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓട്ടിസം ആണെങ്കിലും മെന്റൽ റിട്ടാർഡേഷൻ ആണെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരുടെയും അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നമല്ല, അതൊരു ജനറ്റിക്കിന്റെ പ്രശ്നമാണ്. അത് നമ്മൾ അത് മനസ്സിലാക്കി അത് റൂട്ട് കോസ് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനും 2 കുട്ടികളുടെ വയ്യാത്ത കുട്ടികളുടെ അമ്മ തന്നെയാണ്. സോ അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് നോർമലാക്കി നമ്മുടെ ഒരു പ്രിക്കോഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ശരിയാണ്. നമ്മളെ ഫസ്റ്റ് തന്നെ ഒരു ഡോക്ടർക്ക് പോയാല് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നതോ റിലേഷൻ ആണ് കല്യാണം. ഇപ്പൊ ഞാൻ ഡോക്ടർക്ക് പോയാൽ ആദ്യം തന്നെ പറയും റിലേഷൻ ആണ്, പക്ഷെ ടെസ്റ്റ് ചെയ്തു അതല്ല കാരണം എന്ന് പറയും. കാരണം എനിക്ക് അങ്ങനെ റിലേഷൻ ആണോ ചോദിക്കുമ്പോ ഈ കല്യാണം കഴിച്ചുകൊണ്ടാണോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നാകുമ്പോ എന്റെ ജീവിതം പോലും ഒരു ഘട്ടത്തില് ഇത് വേണ്ടാന്ന് വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ജനറ്റിക് റിസൾട്ട് വന്നത്. ഇത് അങ്ങനെയല്ല, നിങ്ങളുടെ ഇങ്ങനല്ല, പക്ഷെ എന്താണ് പ്രോബ്ലം ഇന്നും കണ്ടെത്തിയിട്ടില്ല. 50,000 60,000 70,000 പറഞ്ഞിട്ട് ടെസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ 2 പേരും ഇങ്ങനെയൊന്നും, അല്ലാതെ ഇനി ഒരു പ്രഗ്നൻസി പറ്റുമോന്നുള്ളതിന്റെ ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. മേ ബി ചിലപ്പോ നമുക്ക് അങ്ങനെ ഒരു കുട്ടി ജനിച്ചത് അവളെ ഏറ്റവും കൂടുതൽ നമുക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ടായിരിക്കും നമുക്ക് അവരെ തന്നത്. മനസ്സിലായോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഇളയച്ചന്റെ മോളും ഇങ്ങനെ ചെവി കേൾക്കൂല, സംസാരിക്കത്തുമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര നോളജ്. അവർക്ക് ഡ്രോയിങ്ങിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല നോളജാണ്. പക്ഷെ അച്ഛനും അമ്മയും അത്രയും നല്ലൊരു കുട്ടീനെ ആ കഴിവൊന്നും പുറത്തെടുക്കാനുള്ളത് അച്ഛനും അമ്മയും ചെയ്തിട്ടില്ല. സാധാരണക്കാരായിരുന്നു, കൊണ്ട് അത്രയ്ക്കൊക്കെ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾക്കും കുഴപ്പമില്ല. കെട്ടിയ ചെക്കനും ചെവി കേൾക്കില്ല, സംസാരിക്കത്തുമില്ല. പക്ഷെ നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മുടെ ലിപ്പ് വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരെയാണ് കുറ്റം പറയുന്നെങ്കിൽ അവർ വേഗം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും എന്താ പറയുന്നത്. അത് ലിപ് റീഡിംഗ് ആണ്. നമ്മള് 2 രീതിയിലൂടെ കമ്മ്യൂണിക്കേഷൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളോട് അല്ലെങ്കിൽ വ്യക്തികളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ ആക്ഷൻസ്. നമ്മൾ കൈ കൊണ്ടുള്ള ആക്ഷൻസ് കണ്ടിട്ടുണ്ടോ? ഈ നമ്മൾ ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെയാ സംസാരിക്കുക.
ആണോ? പക്ഷെ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഇതൊന്നും അറിയാം, എന്റെ ഹസ്ബൻഡിന് അത് അറിയില്ലായിരുന്നു. അപ്പൊ അവളോട് സംസാരിക്കുമ്പം എന്തെങ്കിലും വ്യത്യാസം അവൾക്ക് മനസ്സിലാവും. എന്താണ് ചേട്ടായി പറഞ്ഞു വരുന്നതെന്നുള്ളത് കയ്യും കൊണ്ട് കാണിക്കാൻ നോക്കുമ്പോൾ അവൻ മനസ്സിലാവും. പക്ഷെ ഞങ്ങളൊക്കെ എന്തെങ്കിലും തുടങ്ങുമ്പോഴേ അവൾക്ക് വേഗം കിട്ടും എന്താണ് ആക്ഷൻ കാണിക്കുന്നതെന്നുള്ളത്. ഇവക്ക് പരിചയമില്ലാത്ത ഒരാൾ പറയുമ്പോൾ ഒക്കെ വേഗം മനസ്സിലാവും അവരെന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. മാം ഇതിന്റെ ഫിംഗർ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്, എന്താണ് ഫിംഗർ സ്പെല്ലിംഗ് അവരിന്റെ അടുത്ത് കാണിക്കുന്നത്, നമ്മൾ സ്പെല്ലിംഗ്, ഫിംഗർ സ്പെല്ലിംഗ്. നമ്മളപ്പോ പറഞ്ഞ എന്തായിരുന്നു? മേ ബി ആണ് കേട്ടോ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മേ ബി ഇതെല്ലാം ആവാം എന്ന് മാത്രമാണ്, ഇത് തന്നെ ആവാം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഫായിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മേ ബി ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ പാരന്റിന്റെ കേസിലെക്കാം. എന്റെ അമ്മയ്ക്ക് ചെവിക്ക് ചെറുതായിട്ട് കേൾവിയുടെ ചെറിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെയാണ് എനിക്കും എന്താണ് ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു ചെവി ഈ ചെവി നല്ല രീതിയിൽ കേൾക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ ചെവിയില് ചെറുതായിട്ട് കേൾക്കുന്നത് കുറച്ച് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ക്ലോസ് റിലേഷൻ മാരേജസിലൂടെ ജനിക്കുന്ന കുട്ടികളിലും ഈ ഡെഫായിട്ട് ജനിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻസ് വരുന്ന കേസുകൾ പറയുന്നുണ്ട്. ഇൻഫെക്ഷൻ ഡിസീസ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടികളെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ഇൻഫെക്ഷൻ ഡിസീസിന് എക്സാമ്പിൾ? മീസിൽസ് ഒക്കെ ഉണ്ടല്ലോ, 5-ആം പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അമ്മയ്ക്ക് 5-ആം പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. ദെൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സസീവ് എമൗണ്ട് ഓഫ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ, അത് തന്നെ ആവണം കാരണം എന്നില്ല കേട്ടോ. ഇത്രയും കാര്യം. പിന്നെ പ്രീമച്വർ ബർത്ത് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാം. പക്ഷേ ഇന്ന് നമുക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടോ എന്ന് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് ജനിച്ച ഉടനെ തന്നെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിലും ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് ഇല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളും, ഏതാനും ഹിയറിംഗ് പ്രോബ്ലംസോ കാര്യങ്ങളോ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോമ്പൻസേറ്ററി or special education is needed for the people who are disturbed. Okay, especially അവർക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം ഇത് കോമ്പൻസേറ്ററി or special education. ഹിയറിംഗ് ഇമ്പയർമെന്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. ചില വ്യക്തികളിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും എന്താണ് കേൾവിയുടെ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾവി ഓക്കെ ആയിരിക്കും. അങ്ങനെയുള്ള എന്നുണ്ടാവും. ഗ്രാവിറ്റി അനുസരിച്ചാണ് അതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെൻസ് ദിസ് ചിൽഡ്രൻ റിക്വയർഡ് ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്. അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും ഓരോ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഡിഫറെന്റ് വേ. ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ, നമ്മള് ആ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ലിപ് റീഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോ അവർക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരെയും എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. കാരണം എന്താണ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റുന്ന എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയാലും നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് അതിന് സാധിക്കുന്നില്ല. അത് വളരെ ഒരു പ്രശ്നമാണ്. അപ്പോ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സ്പെഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്നത് എങ്ങനെയാണ്, മേ ബി നോർമലി 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് ത്രൂ ആക്ഷൻസ്, ദെൻ ലിപ് റീഡിങ്. നമ്മള് ലിപ് റീഡ് ചെയ്തുകൊണ്ട്, ഇത് രണ്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഇവരുണ്ട്. ലിപ് റീഡിങ്ങും ത്രൂ ആക്ഷൻസിലൂടെയും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഫാക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം നമ്മള് ന്യൂസ് ഒക്കെ കാണില്ലേ, ഞാൻ പറഞ്ഞു നേരത്തെ, ന്യൂസ് ഒക്കെ റിപ്പോർട്ട്സ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസിൽ ഒരു ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. സോ
നമ്മളിന്ന് എന്താണ് വിഷ്വൽ എംപവർമെന്റിനെ കുറിച്ചിട്ടും ഹിയറിംഗ് എംപവർമെന്റിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് സെമിനാർ കൊടുക്കാറുണ്ട്. ഇത് വരുന്ന ടോപ്പിക് കേട്ടോ. ഇതില് ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ കുറച്ച് സെമിനാർ ടോപ്പിക് തരാം. നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ട് വരൂ. 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻഡോസൾഫാൻ ദുരന്തം? കേട്ടിട്ടുണ്ടോ? ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സെമിനാർ 3 കുട്ടികൾക്ക് എടുക്കാം. ആരൊക്കെ എടുക്കും? ഞാൻ എടുത്തോളാം. സഫന മാം ഒന്ന് ഞാൻ പറയാം. നസ്രീൻ, സുബ. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. എൻഡോസൾഫാൻ കഴിഞ്ഞാല് ഭോപ്പാൽ ദുരന്തം അറിയോ? ഞാൻ എടുക്കാം മിസ്സേ. അച്ഛന, സനില. ഓക്കെ, പിന്നെ ഒരാളും കൂടി. മാം ഞാൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് തരാം. ഹെലൻ കെല്ലറിനെ കുറിച്ച് അറിയോ? ഞാൻ എടുക്കാം മിസ്. ഞാൻ എടുക്കാം മാം. ബസ്ന. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് അറിയോ? ഞാൻ എടുക്കാം മാം. പിന്നെ ആരായിരുന്നു? ഷഹന. സിഞ്ചു. ലേണിംഗ് ഡിസബിലിറ്റി. മാം ഞാൻ ചെയ്യാം. രണ്ടുപേരും. ഒന്നുകൂടെ പറയാമോ ലാസ്റ്റ് പറഞ്ഞത്? ലേണിംഗ് ഡിസബിലിറ്റി ഇടാ. ഞാൻ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട് കേട്ടോ. മാം എൻഡോസൾഫാന്റെ അല്ലേ എന്റെ പേരുള്ളത്? പ്രസൂബ ഉണ്ടോ? സുബ എഴുതിയിരിക്കുന്നേ. എൻഡോസൾഫാൻ അല്ലേ ഫസ്റ്റ്? ഓക്കെ, താങ്ക് യു മിസ്. ഞാനാ പറഞ്ഞത് ശുഭ. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരു സിനിമ കണ്ടിട്ട് ആ ഒരു സിനിമയെ കുറിച്ച് നിരൂപണം എഴുതിയിട്ട് വേണം വരാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഫിലിംസ് കാണുന്ന ഇഷ്ടമാണോ? സിഞ്ചു മ്യൂട്ട് ആകുമ്പോ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. മ്യൂട്ട് ഓൺ ആകുമ്പോ. സിനിമയുടെ പേര് താരേ സെമിയൻ പർ എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി ഫിലിമാണ്. മാം അത് അമീർ ഖാന്റെ സിനിമയാണ്. ഡിസ്ലെക്സിയ എന്നുള്ള അസുഖമായിരുന്നു ആ കുട്ടിക്ക്. ആ സിനിമ കണ്ടെടുത്ത് ആ സിനിമയെ കുറിച്ചുള്ള നിരൂപണം എഴുതിയിട്ട് വേണം വരാൻ. അതാര് ചെയ്യും? മാം ഞാൻ ചെയ്യട്ടെ. ആരാണ്? സിഞ്ചു.
ശിശിരിയാണ്. ഓക്കെ മോസ്റ്റ് യെസ് മാം, സിഞ്ചു. ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. സിനിമയുടെ പേരൊന്നും പറഞ്ഞോ? എന്താണ് സിനിമയുടെ പേരൊന്നും പറയോ മാം? താരി സിമിൻ പർ. കണ്ടിട്ടില്ലാലും എൻഡോസൾഫാൻ ഒരാൾക്കും കൂടെ പറയാൻ പറ്റുമോ? എൻഡോസൾഫാനോ? സഫ്ന, നസ്രിൻ, സുബ, പ്രസുബ. മാം, ടോപ്പിക്കിന്റെ പേര് മുഴുവൻ ഒന്നും കൂടെ പറയോ? സെമിനാർ ടോപ്പിക്സേ ഒന്ന് പറയോ? ടോപ്പിക്സുകൾ ടോപ്പിക്കുകളുടെ പേര് പറയാം. ഒന്ന് എൻഡോസൾഫാൻ ട്രാജഡി, ഭോപ്പാൽ ട്രാജഡി, ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിൻസ്, ലേണിംഗ് ഡിസബിലിറ്റി. ദെൻ ലാസ്റ്റ് ഞാനൊരു ഫിലിം എല്ലാവരും കാണണം. രണ്ടുപേരോട് മാത്രമേ ഞാൻ റിപ്പോർട്ട് സിനിമയെ കുറിച്ച് നിരൂപണം എഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളെങ്കിലും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നെക്സ്റ്റ് വീക്ക് ആ ഒരു സിനിമ ഒരാഴ്ച എന്താ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് വരാൻ വേണ്ടിയിട്ട് ആ സിനിമയെ കുറിച്ചിട്ട് സിനിമ കണ്ടിരിക്കണം. ഓക്കെ, മലയാളം ഹിന്ദി കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, അതിന്റെ മലയാളം വേർഷൻ ഉണ്ടാവും യൂട്യൂബില്, അത് കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ മാം, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഏതൊക്കെ സെമിനാറാണ് ഞാൻ ഭോപ്പാൽ ട്രാജഡി ഞാൻ തന്നിട്ടുണ്ട്. ശിശിര ഭോപ്പാലും ചെയ്യണ്ട, ചെയ്താൽ മതി. സിനിമയെ കുറിച്ചിട്ട് എഴുതിയാൽ മതി. അത് മതി അല്ലേ? ഓക്കെ. സിനിമയെ കുറിച്ച് ആരൊക്കെയുണ്ട്, ആരൊക്കെയുള്ളത്? ഒരു മാം സിനിമയെ കുറിച്ച് ആരൊക്കെയുള്ളത്? താരെ സമീൻ പർ. സിഞ്ചു മുൻമ്യൂട്ട് ആവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിക്കോട്ടെ. ഭയങ്കരമായിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഫിലിമിന് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? പേര് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഒരു ഫിലിം കാണാനായിട്ടല്ല ഞാൻ പറയണത്, പഠിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു സിനിമ കണ്ടിട്ട് വരാനല്ലേ പറഞ്ഞോളൂ. എല്ലാവരും ഒന്നും ഒരു സിനിമ കണ്ടിട്ട് വരണോട്ടാ. കാരണം ഈ ഒരു സിനിമ അധികം മുൻവിധികളോട് കൂടി നിങ്ങൾ കാണണ്ട. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് ഞാൻ കണ്ട സിനിമയാണ്. ഭയങ്കര വിഷമാവും മാം, ഭയങ്കര സങ്കടമാവും. ആ കുട്ടിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അത്രയും വിഷമായി ആ സിനിമ. അത് എനിക്ക് ഇതൊരു എന്താ പറയാ, കോളേജിലെ ഫിലിം ഫെസ്റ്റ് പോലെ കണ്ടക്ട് ചെയ്തപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് കാണിച്ചത് ഒരു ഫിലിമായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് സ്കൂൾ ടൈമിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ആദ്യം കണ്ടത് കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ വീണ്ടും നമ്മള് ഫിലിം ടിവിയിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു തരാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ ഫിലിം കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ആ കുട്ടിയുടെ എക്സ്പീരിയൻസിലൂടെ കൂടി എന്താ പറയാ, ഫിലിമിന്റെ പേരൊന്ന് പറയാമോ? ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ മിസ്, കേൾക്കുന്നില്ല. റേഞ്ച് ഇഷ്യൂ ആണ്, കേൾക്കുന്നില്ലേ? ഗ്രൂപ്പിൽ ഇട്ടേക്കാന്ന് പറയും. ഞങ്ങൾ അത് ഇട്ടേക്കാം, ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരാട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാം, സെമിനാർ അവതരിപ്പിക്കേണ്ടവർ മാത്രമേ അത് എഴുതണ്ടോ, അല്ലെ എല്ലാരും എഴുതണോ? സെമിനാർ അവതരിപ്പിക്കുന്നവർ മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് തോന്നാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നോട്ട് കമ്പൽസറി കേട്ടോ.
ആരെ കമ്പൽ ചെയ്യുന്നില്ല കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം.